വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനി ഡിലാഡിൻ്റെ പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക്. ആനി ഡോഗ് അഥവാ ആനി ഡിലാഡ് ഈസ് ആൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് നാച്ചുറലിസ്റ്റ്. ഷി വാസ് ബോൺ ഓൺ April 13, 1945 ഇൻ പിറ്റ്സ്ബർഗ്, പെൻസിൽവാനിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഡിലാഡിനെ ഇൻസ്പയർ ചെയ്ത റൈറ്റേഴ്സാണ് ഹെൻറി ഡേവിഡ് തോറി ആൻഡ് വാൾട്ട് വിറ്റ്മാൻ. Dillard writes compressed lyric poetry and prose. ഡിലാഡ് ഒരു പോയറ്റ് മാത്രമല്ല, ഒരു നാച്ചുറലിസ്റ്റ്, തിയോളജിയനും കോളേജിസ്റ്റ്, സിംഗറൊക്കെ ആയിരുന്നു. പിന്നെ ഹെർ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ടിക്കറ്റ്സ് ഫോർ എ പ്രെയർ വീൽ 1974, പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക് 1974, ഹോളി ദ ഫേം 1977, ലിവിങ് ബൈ ഫിക്ഷൻ 1982 ആൻഡ് ആൻ അമേരിക്കൻ ചൈൽഡ്ഹുഡ് 1987. ഈ ആൻ അമേരിക്കൻ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഡിലാഡിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഡിലാഡ്സിൻ്റെ എസ്സേസ് എന്ന് പറയുന്നത് ഹൈലി പോയറ്റിക് ആണ്, അതേപോലെ ഡീപ്ലി ഫിലോസഫിക്കലും ആണ്. ഷീ ഹാഡ് എ വെരി ജോയ്ഫുൾ ചൈൽഡ്ഹുഡ് ആൻഡ് ഷീ യൂസ്ഡ് ടു റീഡ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് സച്ച് ആസ് ജിയോളജി, നാച്ചുറൽ ഹിസ്റ്ററി, എൻറ്റോമോളജി, പോയട്രി ആൻഡ് സോ ഓൺ. അതായത് ഡിലാഡ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഒരു നാച്ചുറിൻ്റെ സബ്ജക്റ്റിലായിരുന്നു. ദെൻ ഹെർ മദർ ഇൻഫ്ലുവൻസ്ഡ് ഹെർ എ ലോട്ട് ടു ഷേപ്പ് ഹെർ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു നേച്ചർ. അതായത് നേച്ചറിനോടുള്ള അപ്രോച്ചിനെ അവളുടെ മദർ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ പറയണത് ഷി വാസ് അവാർഡഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ ജനറൽ നോട്ടിഫിക്കേഷൻ ഇൻ 1974. ഹെർ വർക്ക് പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക്. ഈ ഒരു പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്കിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1975. പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക് ഈ ഒരു ബുക്ക് ഡീറ്റെയിൽസ് നരേറ്റേഴ്സ് എക്സ്പ്ലോറേഷൻസ് നിയർ ഹെർ ഹോം. ഡിലാഡിൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു നേച്ചറിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇതിൽ ഡിലാഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് വേരിയസ് കണ്ടംപ്ലേഷൻസ് ഓൺ നേച്ചർ ആൻഡ് ലൈഫ്. The title refers to Tinder Creek, which is outside Roanoke in Virginia's the Blue Ridge Mountains. ആ ടിൻഡർ ക്രീക്ക് എന്ന് പറഞ്ഞത് ഔട്ട്സൈഡ് റോണോക്ക് ഇൻ വിർജീനിയാസ് ദ ബ്ലൂ റിഡ്ജ് മൗണ്ടെയ്ൻസ്. Dillard began writing Pilgrim in the spring of 1973, using her personal journals as inspiration. Then separated into 4 sections that signify each of the seasons. ഈ ഒരു ഇതിൽ പറയണത് എന്താ വെച്ചാൽ കംപ്ലീറ്റ് നേച്ചറിനെ കുറിച്ചാണ്. ഡിലാഡിന് ഫീൽ ചെയ്ത നേച്ചറിലെ ഓരോ ഇൻസിഡൻസുമാണ് ഇതിൽ പറയുന്നത്. ദ നരേറ്റീവ് ടേക്സ് പ്ലേസ് ഓവർ ദ പീരിയഡ് ഓഫ് 1 year. ഇൻ പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക് ഡിലാഡ് ലുക്സ് അറ്റ് ദ മാർവൽസ് ഓഫ് നേച്ചർ ആൻഡ് സെർച്ചസ് ഫോർ ഗോഡ്. നേച്ചറിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഡിലാഡ് അത്ഭുതപ്പെടുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു സൃഷ്ടിപ്പിനെ കുറിച്ചും അവൾ അത്ഭുതപ്പെടുന്നുണ്ട്. ദെൻ ഷീ ഈസ് അണ്ടർടേക്കിംഗ് എ പിൽഗ്രിമേജ് ഇൻ ടു നേച്ചർ ആൻഡ് ഒബ്സർവ്സ് നേച്ചർ വിത്ത് എ മൈക്രോസ്കോപ്പിക് ഐ. സൂക്ഷ്മമായിട്ട് നേച്ചറിനെ അവൾ കാണുകയാണ്. അതിലുള്ള ഓരോ ആക്ടിവിറ്റീസും അതിലുള്ള ഓരോ ഓർഗാനിസംസിൻ്റെ ആക്ടിവിറ്റീസും അവൾ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. This book has been described as a naturalist classic. It portrays the personal experience of Dillard during a whole year in her neighborhood in Tinder Creek. ടിൻഡർ ക്രീക്കിൽ ഡിലാഡിൻ്റെ നൈബർഹുഡ് എങ്ങനെയായിരുന്നു ആ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്ത ഓരോ ഇൻസിഡൻസുമാണ് ഇതിൽ ഡിലാഡ് അവതരിപ്പിക്കുന്നത്. ദെൻ ഷീ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ദിസ് ബൈ ഒബ്സർവിങ് ആൻഡ് റിസർച്ചിങ് ദ നാച്ചുറൽ വേൾഡ്. നേച്ചറിനെ കുറിച്ച് അവിടെ ഫീൽ ചെയ്ത നേച്ചറിലെ ഓരോ ഹാപ്പൻസും ഇതിൽ ഡിലാഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷീ ബിഗിൻസ് ദ കോമൺ എക്സ്പീരിയൻസ് റിഗാർഡിംഗ് ദ ഫ്രോഗ്സ് ആൻഡ് ദെയർ ഇൻവിസിബിൾ പൊസിഷൻസ്. ഇതിൽ വളരെ സുന്ദരമായിട്ട് പറഞ്ഞുകൊണ്ട് ദ ഫ്രോഗ്സ് വുഡ് ഹൈഡ് സംവേർ ആൻഡ് ജംപ്ഡ് ഓവർ യുവർ ഫീറ്റ് ആൻഡ് സ്പ്ലാഷ് ഇൻ ടു വാട്ടർ. തവള വെള്ളത്തിലേക്ക് ചാടുന്നതും ഇവിടേക്ക് ഒളിച്ച് നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നല്ല സുന്ദരമായിട്ട് തന്നെ വർണ്ണിക്കൊണ്ട്. ദെൻ ഫോർ ദ നരേറ്റർ ഇറ്റ് ഈസ് ആൾവേസ് ആൻ അമ്യൂസ്മെൻറ്റ്. അപ്പോൾ നരേറ്ററിനെ സംബന്ധിച്ച് ഇതൊരു അമ്യൂസ്മെൻ്റ് ആയിട്ടാണ്. ഷീ ഈവൻ ഒബ്സർവ്സ് ദ ചേഞ്ചസ് ഇൻ ടെക്സ്ചർ ഓഫ് ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മഡ്ബങ്ക്, വാട്ടർ, ഗ്രാസ് ഓർ ഫ്രോഗ്. ദ ഫ്രോഗ് ലുക്ക് ലൈക്ക് schematic diagram of amphibian.
ഫ്രോഗിനെ റെപ്രസെൻ്റ് ചെയ്യാണ് ഒരു ഷീമാറ്റിക് ഡയഗ്രം ആയിട്ട്. ദെൻ വെൻ ഷീ കീപ് ക്ലോസർ ദ ഫ്രോഗ് ബിഗിൻസ് ടു ഷ്രിങ്ക് ലൈക്ക് എ ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ. ഫ്രോഗിൻ്റെ ഓരോ മൂമെൻറ്റ്സും അവളിങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ് വെള്ളത്തിലേക്ക് ചാടിയിട്ട്. പിന്നെ അത് വെള്ളത്തിൽ ഒരു ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ പോലെ പൊങ്ങിക്കിടക്കുന്നതൊക്കെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ സഡൻലി ദ ഫ്രോഗ് ഷി സോ വാസ് ബീങ് സക്ക്ഡ് ബൈ എ ജെയിൻറ്റ് വാട്ടർ ബഗ്. വലിയൊരു ഭീമമായ ഒരു വാട്ടർ ബഗ് ഫ്രോഗിനെ വിഴുങ്ങണതൊക്കെയാണ് പിന്നെ പറയണത്. ദെൻ ഷീ ഡിസ്ക്രൈബ്സ് ഹൗ ഡസ് വാട്ടർ ബഗ് ഈറ്റ് ദെയർ പ്രേ. എങ്ങനെയാണ് വാട്ടർ ബഗ്സ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്. ദീസ് ഡിസ്ക്രിപ്ഷൻസ് മേക്ക് us think about how the biological cycle of this organic world has created in such a manner. അപ്പോൾ ഓരോ ജീവികളെ കുറിച്ചും അവരുടെ ഓരോ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അത്ഭുതപ്പെടുകയാണ്. ദെൻ ഷീ ഗിവ് the minute details of the eating styles of animals. There are different methods of eating by animals. Then കാർണിവേറസ് അനിമൽസ് അവരുടെ ഇരയെ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ, അതായത് ജീവനോടെ തന്നെ പിടിക്കും. ദെൻ ചിലതെന്താട്ടും അതിൻ്റെ മേലെ വീണ് വിഴുങ്ങും, അല്ലെങ്കിൽ മുഴുവനായിട്ട് പെട്ടെന്ന് കഴിക്കും. ദെൻ ചിലവർ കടിച്ചു തിന്നും. ഫ്രോഗ് സ്റ്റഫ് ദെയർ പ്രേസ് ഓൺ ദ ടങ് വിച്ച് ഈസ് സ്റ്റിക്കി. തവളകളൊക്കെ എങ്ങനെയാണ് അവരുടെ ടെങ്ങ് ഇങ്ങനെ നീട്ടിക്കാണ്ട് അപ്പോൾ അതിന്മേൽ ഒട്ടിപ്പിടിച്ചാണ്ട് പെട്ടെന്ന് കഴിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ഓരോന്നിൻ്റെ ഈറ്റിംഗ് മെത്തേഡൊക്കെയാണ് ഇതിൽ പറയണത്. ദെൻ നെക്സ്റ്റ്, ദി സ്മോൾ വണ്ടേഴ്സ് ഇൻ നേച്ചർ ഡ്രൈവ് ഹെർ തോട്ട് ടു ഗോഡ് ആൻഡ് ഹിസ് ക്രിയേഷൻസ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ കാഴ്ചകൾ കണ്ട് ഡിലാഡ് അത്ഭുതപ്പെടുകയാണ് ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ. ദെൻ ഷീ കോഡ്സ് ഫ്രം ദ ഖുർആൻ ടു ടോക്ക് എബൌട്ട് ദ ക്രിയേഷൻ. അപ്പോൾ ഖുറാനിൽ ഈ ഒരു ഗോഡിൻ്റെ ക്രിയേഷനെ കുറിച്ച് പറയുന്നുണ്ട്. Allah asked, the heaven and the earth and all in between thinkest though I made them in jest. She invites our attention to the very act of creation and the existence of God. ഇതിൽ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയും പിന്നെ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. The term Deus absconditus was used by Blaise Pascal. A Deus absconditus, one of the great Christian apologists, physicist and writer, to describe the notion of the creator. അപ്പോൾ നോഷൻ ഓഫ് ദ ക്രിയേറ്ററിനെ ഡിസ്ക്രൈബ് ചെയ്തതാണ് ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ് ബ്ലേസ് പാസ്കൽ. ഇറ്റ് ഈസ് എ ലാറ്റിൻ ഫ്രേസ് മീൻസ് എ ഹിഡൻ ഗോഡ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹിഡൻ ഗോഡായിട്ടാണ്. ദെൻ ഐൻസ്റ്റീൻ ഡിസ്ക്രൈബ്സ് ഗോഡ് ആസ് സബ്റ്റിൽ ബട്ട് നോട്ട് മെലീഷ്യസ്. He says that nature conceals her misery by means of her essential grandeur, not by her cunning. For Einstein, God was a metaphor for nature and the natural order. അപ്പോൾ ഇതിൽ ഓരോരുത്തർ ഗോഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത സെൻറ്റൻസസ് ആണ്. Dillard believes that God has not absconded but spread as a fabric of spirit very subtly, and we can only feel blindly of its hem. She wonders, however, if our consciousness has evolved to that point. അതായത് ഡിലാഡ് അവസാനമായിട്ട് പറയണത് എങ്ങനെയാണ്, ദൈവം ഇത്രയൊക്കെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, എനിവേ വി ക്യാൻ ഓൺലി ഫീൽ ബ്ലൈൻഡ്ലി ഓഫ് ഇറ്റ്സ് ഹിം. എനിവേ നമുക്ക് ആ ഒരു കാഴ്ചയിലൂടെ ദൈവത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിനെ നമുക്ക് ഓർത്തെടുക്കാം. അല്ല ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. എനിവേ ഷി വണ്ടേഴ്സ് ഹൗവർ ഇഫ് അവർ കോൺഷ്യസ്നെസ് ഹാസ് ഇവോൾവ്ഡ് ടു ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ഇതിൽ ഡിലാഡിന് ഫീൽ ചെയ്ത നേച്ചറിലുള്ള ഓരോ സീൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡിലാഡ് വണ്ടർ ആവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്.